ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വ്ളോഗാണ്. എൻ്റെ വീടിനടുത്തുള്ള ഒരു അടിപൊളി പാർക്ക് കാണിച്ചു തരാം. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ആദ്യത്തെ ഹെൽത്ത് തീം പാർക്കാണിത് കേട്ടോ. അപ്പം വീഡിയോയിലോട്ട് പോകാം. ഞാൻ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം. എൻ്റെ വീട് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടയിൽ പന്തളത്ത് കുളനടയിലാണ് ഈ പാർക്കുള്ളത്. ഈ പോകുന്നത് നേരെ ഒരു ലൈബ്രറിയിലോട്ടാണ്. അവിടെ കുറേ ബുക്സ് ഒക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഇരുന്ന് വായിക്കാനുള്ള സൗകര്യമുണ്ട്. ടേബിളും ചെയറൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ആമക്കുളം കേട്ടോ. അത് ഇപ്പം വെള്ളം കയറിയുണ്ടാട്ടോ ആമയൊന്നും കാണാത്തത്. അതിനുള്ളിലോട്ടൊക്കെ കയറിപ്പോയി കാണുമായിരിക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ കാണുന്ന കേട്ടോ ഒരു ട്രീ ഹൗസ് ആണ് ഇത്. ഇതിന് ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ നല്ലൊരു വ്യൂ കാണാൻ പറ്റുമേ. തറയിൽ ഇതേ ഈ കല്ലും കൊണ്ട് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെ കൂടെ കാണിക്കുകയാണ്. അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഇവിടെ. ഈ കാണുന്നത് ഇപ്പോൾ ഒരു നാരങ്ങ. പിന്നെ സീസൺ അല്ലെന്ന് തോന്നുന്നു. ഇത്തവണ വന്നപ്പോൾ അതൊക്കെ കുറവായിരുന്നു കേട്ടോ. എന്തായാലും ഉള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പോകുന്ന ഒരു കിളിക്കൂട് കാണിക്കാനാണ്. വലിയൊരു കിളിക്കൂടുണ്ട് ഇവിടെ. ഒരു കാര്യം കണ്ടാൽ മനസ്സിലാവുമല്ലോ, ഇവിടെ വെച്ചേക്കുന്ന എല്ലാ പ്ലാന്റ്സും അടിപൊളിയാണ്. ആ സൈഡിൽ നടക്കുന്ന വഴിയിലാണെങ്കിലും എല്ലാം അടിപൊളിയാണ്. ഒരു എന്താ പറയുന്നത്, ഒരു വ്യത്യസ്തതയുള്ള ടൈപ്പ് ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചേക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ കരിയില കിടക്കുന്നതെന്ന് പറഞ്ഞാൽ മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ വരുമ്പോഴൊന്നും ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഇതിലൊരുപാട് ടൈപ്പ് കിളികളുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുത്തത് ഞാനല്ലായിരുന്നു, അതുകൊണ്ട് എടുത്താൾ കിളി ഒഴിച്ച് ബാക്കിയെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോട്ടെ, ഇനി എപ്പോഴെങ്കിലും കാണിച്ചു തരാം. കിളിക്കൂടിൻ്റെ ഇപ്പുറത്തായിട്ട് കുറേ താമരപ്പൂ വിരിഞ്ഞിട്ട് പോയതിൻ്റെ കുറേ 2-3 മുട്ടല്ലല്ലോ താമര വിത്തുകൾ നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോഴേക്കും പൂ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഇത്തവണ വന്നപ്പോഴേക്കും പൂ കാണാൻ പറ്റിയില്ല. പോട്ടെ, വിത്തെങ്കിലും കാണാൻ പറ്റില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ താമരയുടെ വിത്ത് ഇങ്ങനെ കാണുന്നത്. പിന്നെ ഒരു റോസ് ആമ്പലും ഒരു വയലറ്റ് ആമ്പലും ഉണ്ടായിരുന്നു. എനിക്ക് ഈ വയലറ്റ് ആമ്പലാണ് ഇഷ്ടമായത്. വയലറ്റ് അതേ ഞാൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ടായിരിക്കും. അവിടുന്ന് പിന്നെ നേരെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ കാണുന്നതാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടി. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഫ്രൂട്ട് പറിച്ച് കഴിക്കുന്ന വീഡിയോ. ഇപ്പോൾ ഇതിലൊന്നുമില്ല. പിന്നെ ഈ ചെടി ഞാൻ നേരിട്ട് കാണുന്ന ഈ പാർക്കിൽ വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടില്ല ഈ സാധനം. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നിൽക്കുന്ന പീനട്ട് ബട്ടറിൻ്റെ ചെടിയാണ്. അന്ന് ഇതിനകത്ത് കുറേ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ എടുത്ത് വെച്ചൊരു ഫോട്ടോ ഇപ്പോൾ കാണിക്കാവേ. കണ്ട ഇതുപോലെ ഈ ചെടി മുഴുവനേ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കഴിക്കാൻ അറിയാത്തത് കൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ. പിന്നെ ചെറിയൊരു പ്ലാവിലൊരു ചക്ക നിൽക്കുന്നുണ്ടോ. അതിൻ്റെ തൊട്ട് മേളിൽ ഒരു പാഷൻ ഫ്രൂട്ട് നിൽപ്പുണ്ട്. എൻ്റെ വീട്ടിൽ നേരത്തെ ചുവപ്പും മഞ്ഞയും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിച്ചാണോ നടത്തില്ല. എനിക്ക് ആ സാധനത്തോട് വലിയ അങ്ങോട്ട് ഇതില്ല കേട്ടോ. ഇത് താഴത്ത് കുറേ റംബൂട്ടാൻ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലയെന്ന്. കാരണം ഇതുവരെ അങ്ങനെ ആരും പറയുന്നതൊന്നും കേട്ടിട്ടില്ല. ഒന്നും അങ്ങനെ വലയിട്ടോ അങ്ങനെയൊന്നും നിർത്തിയിട്ടില്ല. നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. പിന്നെ ഇതും മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ചെടിയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഈ ചെടി എന്തുവാണെന്നും എനിക്കറിയത്തില്ല കേട്ടോ. കണ്ടിട്ട് ഗ്രാമ്പ് പോലെയൊക്കെ തോന്നുന്നു. എന്താണോ എന്തോ. പിന്നെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലെ വെജിറ്റബിൾസിൻ്റെ ഡമ്മിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങളതൊക്കെ ഇങ്ങനെ ചുമ്മാ എടുത്തൊക്കെ ഒന്ന് നോക്കി. പിന്നെ ആ ഒരു ബിൽഡിങ് കണ്ടോ, അതിനുള്ളിൽ പൂളാണേ. കണ്ടാൽ പറയില്ലല്ലോ പുറത്ത് നോക്കുമ്പോൾ. എനിക്ക് തോന്നുന്നത് ഓപ്പൺ ആയിട്ടില്ലെന്ന്. പിന്നെ പേരറിയാത്ത കുറേ മരവും കാടും ഒക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് വരുമ്പോഴേക്കും പിന്നെ ഒരു വൈറ്റ് കളറിൽ ഒരു ചാമ്പമരമാണ് കേട്ടോ ഈ കാണുന്നത്. കഴിഞ്ഞ വന്നപ്പോൾ ഞാനൊന്ന് പറിച്ച് നോക്കിയായിരുന്നു. പക്ഷെ മഴ ആയതുകൊണ്ട് വെള്ളം കയറി അത്ര ടേസ്റ്റ് ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണുന്നത് സപ്പോർട്ട്, എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അവിടെ നടന്നു വരുമ്പോൾ കണ്ടാൽ അമ്പഴങ്ങ പോലെ ഇരിക്കുന്ന ഒരു ചെടിയിൽ ഇങ്ങനെ കായുണ്ടായി നിൽക്കുന്നത് ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് കാണിച്ചു തരാമെന്ന്. സംഭവം എന്തോന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഊരും പേരും അറിയാത്ത കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അത്രയും നടന്ന് ക്ഷീണിച്ചുകൊണ്ട് നമ്മൾ ഇരുന്നൊന്ന് റെസ്റ്റ് എടുക്കാൻ പോകണേ. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ബാക്കി കാണുന്ന സ്പേസിൽ ചെറിയൊരു ജിം സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാനൊന്ന് മിസ്സായി പോയതാണേ. ഇതിൻ്റെ ബാക്കിൽ ഒരാളുണ്ടല്ലോ. എവിടെ അവൻ? അവിടെ ഉണ്ടല്ലോ. പാർക്കിൻ്റെ നടുക്കായിട്ടാണ് കേട്ടോ ഈ ആനയെ കൊണ്ട് വെച്ചിരിക്കുന്നത്. അതും ഒരു ആകർഷകമായിട്ടുള്ള സംഭവമാണ്. പിന്നെ എവിടെയെങ്കിലും ഒരു ഗ്ലോബ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം കണ്ടുപിടിക്കാത്തൊരു സമാധാനമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇത്രയും വലിയൊരു ഗ്ലോബ് കിട്ടിക്കഴിഞ്ഞാൽ വെറുതെ വിടാൻ പറ്റത്തില്ലല്ലോ, നമ്മൾ കണ്ടുപിടിക്കും. അവിടെ നിന്നുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ട്, ഇപ്പുറത്തുണ്ട്, മേളിലുണ്ട്, താഴെയുണ്ടെന്നൊക്കെ. പക്ഷെ എനിക്ക് കാണാൻ പറ്റത്തില്ലല്ലോ. അവസാനം ഞാൻ കണ്ടുപിടിച്ചു. ഇന്ത്യ കണ്ടുപിടിച്ചാൽ പിന്നെ കേരളം കണ്ടുപിടിക്കണമല്ലോ. ഞാൻ കേരളം കാണിച്ചു കൊടുക്കുന്നതൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ അവിടുന്ന് നമ്മൾ നേരെ വരുന്നത് ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഓപ്പൺ അല്ല. വൈകുന്നേരം 4 മണി തൊട്ടേ അത് തുറക്കത്തുള്ളൂ. നമ്മൾ നേരത്തെ വന്നിട്ട് അത് കാണാൻ പറ്റത്തില്ല. പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത്. അവിടെ തൊടാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒരിടത്ത് കാണിക്കായിരുന്നു. നമ്മുടെ പഴയ കാലത്തിൽ ഒരുപാട് സാധനങ്ങൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. പഴയ കാലത്തെ ഒരു മുറുക്കാൻകട അല്ലെ പെട്ടിക്കട എന്നൊക്കെ പറയുമല്ലോ, അതാണ് സംഭവം. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഈ പാർക്ക് വരുന്നത്.
അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഒരു വലിയ ചെസ് ബോർഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോ കാണുന്നതിനെക്കാട്ടിലും വലിയൊരു ചെസ് ബോർഡാണ്. അതെ, നദിയുടെ തീരത്തൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കാണാൻ ഒരു നല്ല ഭംഗിയുണ്ട്. ചെസ്സൊക്കെ കളിക്കാൻ അറിയുന്നവർക്ക് വന്നിരുന്ന് കളിക്കാം. പിന്നെ ഈ കാറും ബൈക്കും ഒക്കെ വെറുതെ വെച്ചേക്കുന്നല്ല കേട്ടോ, ഇതിനൊക്കെ ഒരു അർത്ഥങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഫുൾ ടൈം വാഹനങ്ങളിലൊക്കെ അല്ലേ യാത്ര ചെയ്യുന്നത്, നടപ്പൊക്കെ കുറവാണല്ലോ, അത് ബേസ് ചെയ്തുള്ള ഒരു സംഭവമാണ്. ഒരമ്മച്ചി അവിടെ എന്തോ പണിയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഒരു ബേക്കറി ഉണ്ട് കേട്ടോ. ഒറിജിനൽ അല്ല, അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ആ ബേക്കറി സാധനത്തിൻ്റെ ഒക്കെ മുകളിൽ ഒരു ഇൻഡു ഇട്ട് വെച്ചിരിക്കുന്നുണ്ടോ. ഇമാതിരി ബേക്കറി സാധനങ്ങളൊന്നും കഴിക്കുന്നത് നല്ലതല്ല, നമ്മുടെ ഹെൽത്തിനൊന്നും നല്ലതല്ല എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ആദ്യമായിട്ട് വരുന്നവർക്ക് ദൂരെ നിന്നൊക്കെ കാണുമ്പോൾ ഇത് ഒറിജിനൽ ബേക്കറി പോലെ തോന്നും കേട്ടോ, കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. പിന്നെ എവിടെ നോക്കിയിരുന്നാലും ക്രിയേറ്റീവായിട്ടുള്ള ഓരോരോ സംഭവങ്ങളും നമ്മുടെ പഴയ കാലത്തിലോട്ട് നമ്മളെ കൊണ്ടുവന്ന ടൈപ്പുള്ള ഓരോ സംഭവങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന അറിയാലോ, കൊക്കോ മരമാണ്, അതിൻ്റെ ഒരു വലിയ തോട്ടം കേട്ടോ ഇവിടെ. പുതിയതായിട്ട് അവർ പണിതുകൊണ്ട് വരുന്നൊരു സംഭവം കേട്ടോ ഇത്. ഇവിടെ കുറേ സാധനങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു ഇത് തോന്നി, ഇത് എന്താണെന്ന് അറിയാനുള്ള ഇതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്താൽ കേട്ടോ. പിന്നെ കുറേ സംഭവങ്ങളുടെ പണി നടക്കുന്നുള്ളതുകൊണ്ട് ഞാനതൊന്നും കാണിക്കുന്നില്ല. പിന്നെ താഴെ വന്നപ്പോഴേക്കും നമുക്കൊരു ചെറിമരം, ഞാൻ നോക്കുമ്പോൾ അവൻ പോയി ഒരെണ്ണം പറിക്കുന്നു. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് കൊള്ളത്തില്ലെന്ന്. സാധാരണ അതിന് പുളിയാണല്ലോ, അതുകൊണ്ടായിരിക്കും, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ രസത്തിന് കഴിച്ച് നോക്കാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടതല്ല കേട്ടോ എൻട്രൻസ്, നമ്മളിപ്പോൾ ഇറങ്ങിപ്പോകുന്നതാണ്. ഞാൻ ആദ്യത്തെ ആ വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ വിട്ടുപോയതാണ്. ഇപ്പോൾ കണ്ടത് മാത്രമല്ല, പാർക്കിലെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. കാരണം ഞാനിങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം അങ്ങനെയുള്ളൊരു ഇതിൽ പോയതല്ല, ജസ്റ്റ് കണ്ടപ്പോൾ അത് ഇതെല്ലാം ഒന്ന് ഷൂട്ട് ചെയ്ത് ഒരു ചെറിയ വ്ളോഗ് പോലെ എടുക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത്. പിന്നാണ് മൊത്തം കവർ ചെയ്യേണ്ടതായിരുന്നു എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.